സാൻ ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജബൽ യനാസിലാണ്. ഇന്നലെ രാത്രിയാണ് കേട്ടോ നമ്മളിവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മൾ രാത്രി കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പോൾ രാവിലെ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി റെഡി ആയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആംബിയൻസ് ആണ് നമ്മൾ കാണുന്നത്. അവിടെയുള്ള ആ ഒരു മൗണ്ടൻ ഗോട്ടുകളൊക്കെ ആ വഴി നടക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ വന്ന് നമ്മുടെ ടെൻറ്റിലൊക്കെ വന്ന് വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു ജബൽ യനാസിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന സൺറൈസ് സമയത്ത് ജബൽ യനാസിന് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സണ്ണ് റൈസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജബൽ യനാസിലെ സൺറൈസ് ആണ് നമ്മൾ കാണുന്നത്. നമ്മുടെയൊക്കെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് മാറി കുറച്ച് നേരം നമുക്ക് നല്ലൊരു ശാന്തമായി അതുപോലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ ഒരു ജബൽ യനാസ്. ഈ ജബൽ യനാസിലെ ഏറ്റവും ഭയങ്കര രസമുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രകൃതി ഭംഗി തന്നെയാണ് കേട്ടോ. നമുക്ക് കാണുന്ന ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങളും അതുപോലെ ചെറിയ ഈ മലനിരകളും അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ചെറിയ പച്ചപ്പും എല്ലാം നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയാണ് നമുക്ക് എടുക്കുന്നത് കേട്ടോ. അതുപോലെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ കാണുന്ന ജബൽ യനാസ്. നല്ല ശുദ്ധമായ വായുവും നല്ല നിശബ്ദതയൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. പീസ്ഫുള്ളായിട്ട് വന്ന് കുറച്ച് നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ജബൽ യനാസ്. നല്ലൊരു സുലൈമാനിയൊക്കെ എടുത്ത് നമുക്ക് ഈ മലമുകളിലിരുന്ന് നമുക്ക് ആ റാസലൈൻ സിറ്റിയുടെയും അതുപോലെ ഈ ഒരു ജബൽ യനാസിൻ്റെ ഒക്കെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നുമില്ല. നല്ലൊരു മഴക്കാലമൊക്കെ ആവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ജബൽ യനാസിൽ നല്ല രീതിയിൽ പച്ചപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഏരിയയുടെ ഒരു ആംബിയൻസ് ഉണ്ടാകുന്നത് ഈ മലമുകളിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിനും ചായക്കും ഒക്കെ ഒരു പ്രത്യേക ഒരു രുചിയാണ്, പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ജബൽ യനാസ് നമുക്ക് ക്യാമ്പിങ് മാത്രമല്ല കേട്ടോ, നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഹൈക്കിങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ജബൽ യനാസ്. ഇതേപോലെ കൂർത്ത് നിൽക്കുന്ന പാറക്കെട്ടുകൾക്കിടയിൽ കൂടിയുണ്ട് നമുക്കിവിടെ ഹൈക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് വേണം നമുക്കിവിടെ ചെറിയ രീതിയിലൊക്കെ ഹൈക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ക്യാമ്പിങ് അവസാനിപ്പിച്ചിട്ട് നമ്മൾ പിന്നെ ജബൽ യനാസിന്റെ കുറച്ചും കൂടി ഉയരത്തേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ. നോക്കാം നമുക്ക് എവിടം വരെ പോകാൻ പറ്റുന്നത്. നല്ലൊരു ഓഫ് റോഡ് വെഹിക്കിൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ജബൽ യനാസ് നമുക്ക് ഈ ഒരു ഓഫ് റോഡ് ട്രാക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മൾ ജബൽ യനാസിൽ വരുമ്പോൾ കാണുന്ന ഒരു അടിപൊളി വ്യൂ ആണ്, നല്ലൊരു വ്യൂ ഉള്ള ഒരു ഏരിയ ആണത്. ഈ ഒരു മലനിരകളുടെ കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയുന്ന ചില ലൊക്കേഷനുകളുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ലൊക്കേഷനാണ് ഇത്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഈ കാണുന്ന പോലൊരു ടെക്സ്ചറാണ് കേട്ടോ ഈ ജബൽ യനാസിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് ക്യാമ്പിംഗ് സ്പോട്ടുകളുണ്ട്. ഇങ്ങനെ പല മലനിരകൾ കയറി ഇറങ്ങി പോകുന്ന നല്ലൊരു ട്രാക്കാണ് ഈ ജബൽ യനാസിൽ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് തന്നെ നമുക്ക് ഈ ഒരു ഓഫ് റോഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഓഫ് റോഡ് ചെയ്ത് മേലേക്ക് പോകുന്ന ആ ഒരു റോഡിന് പല സൈഡിലായിട്ട് ഇതേപോലെ നമുക്ക് ക്യാമ്പിംഗ് ഏരിയകൾ കാണാൻ പറ്റും കേട്ടോ. പക്ഷെ അതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ്, അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ ഫെൻസിങ്ങും ഗേറ്റൊക്കെ വെച്ച് അടച്ചിട്ടൊക്കെയാണ്. പബ്ലിക്കായിട്ടുള്ള ഒരു ഏരിയകൾ മാത്രമാണ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ജബൽ യനാസിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അതിന്റെ ടോപ്പ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഉണ്ട്. ഇവിടെയാണ് ഇതിന്റെ ലാസ്റ്റ് പോയിന്റ് വരുന്നത്. ഈ കാണുന്ന ഒരു ഏരിയ ആണ് ഇതിന്റെ ലാസ്റ്റ് പോയിന്റ് വരുന്നത്. ഇവിടെ നിന്ന് മാക്സിമം ഒരാൾക്ക് വരാൻ പറ്റുള്ളൂ. ലാസ്റ്റ് പോയിന്റ് വരെ വന്നിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പോകുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കാഴ്ചകളാണ് കാണുന്നത്. അത്യാവശ്യം നമ്മൾ താഴെ കണ്ട ആ ഒരു മൗണ്ടന്റെ പോലെയുള്ള കുറച്ച് കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും കാണുന്നത് കേട്ടോ. പക്ഷെ ഇതിനേക്കാൾ ഇത്തിരി കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ താഴെ നമുക്ക് അതിന് നല്ല വ്യൂകളുണ്ട്. ഇങ്ങോട്ട് വരേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് ആ ഒരു ക്രേസ്, നമുക്ക് ആ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ വന്നാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ജബൽ യനാസിന്റെ ഈ അറ്റത്തി അപ്പോൾ നമുക്ക് ഇനി ക്യാമ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് നമ്മളത് ഇനി തിരിച്ചു പോകാൻ പോകുന്നതാണ്. ജബൽ യനാസ് പ്രദേശം പഴയ കാലത്ത് ബദൂയിൻ ഗോത്രങ്ങളുടെ താമസ പ്രദേശമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. കല്ലുകൊണ്ട് നിർമ്മിച്ച പഴയ വീടുകളുടെ അവശിഷ്ടങ്ങൾ, കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന പുരാതന പാതകൾ, ജലസംഭരണ മാർഗങ്ങൾ, പ്രദേശവാസികളുടെ പരമ്പരാഗത ജീവിതശൈലിയുടെ അടയാളങ്ങൾ, ഇവയെല്ലാം ജബൽ യനാസിന് ഒരു നിശബ്ദ ചരിത്രകഥ പറയുന്ന മല എന്ന പ്രത്യേകത നൽകുന്നു. ജബൽ യനാസിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ട്. നമ്മൾ താഴെ നിന്ന് വരുന്ന വഴിയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. കുറച്ചൊരു ഡേഞ്ചർ ആയിട്ടൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഇത്തിരി ഡേഞ്ചറാണ്. അത്യാവശ്യം നല്ല ഒരു 4 വീല് വണ്ടിയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ മേലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ജബൽ യനാസിൻ്റെ അടുത്ത മലകളൊക്കെ ഇറങ്ങി നേരെ താഴെ എത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് വെഹിക്കിൾ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ജബൽ യനാസ്. ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു അടിപൊളി കാഴ്ചയുണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിയാണ്. ഇവിടെയൊക്കെ നമുക്ക് നല്ല ടാറിങ് റോഡ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ സൈഡിൽ നല്ലൊരു അടിപൊളി ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ജബൽ യനാസിൽ ക്യാമ്പിങ്ങിന് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്യാമ്പ് ചെയ്ത് സുഖമായിട്ട് സേഫായിട്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്നതാണ്. നല്ലൊരു 4x4 വെഹിക്കിൾ ഉണ്ടായിരിക്കണം. അതേപോലെ ആവശ്യത്തിന് ഫുഡ്, അതേപോലെ വെള്ളമൊക്കെ കൊണ്ടുവരിക. അതേപോലെ അവിടെ ടോയ്ലറ്റ് സൗകര്യം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ടെന്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് അതിന് സോൾവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാൻഡ് ഫാമിലി സ്റ്റോറീസ്. പിന്നെയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം.